നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രാചാരങ്ങളെയും അതുവഴി സമൂഹത്തിന്റെ നന്മയെയും പരിപോഷിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ ഗോവിന്ദൻ കണ്ണപുരത്തിനുള്ള ആദരം വർണ്ണമഴ സംഘടിപ്പിച്ചു. മനുഷ്യരെ നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ളതാകണം ഗ്രന്ഥശാലകളെന്ന് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കരിവെള്ളൂർ പിലാത്തറ മേഖലകളിൽ കർഷക സംഘം സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും തെങ്ങിൻ തൈകൾ എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിക്ക് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ക്ഷേത്രാചാരങ്ങളെയും അതുവഴി സമൂഹത്തിന്റെ നന്മയെയും പരിപോഷിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പയ്യന്നൂർ തായ്നേരി വെള്ളാരങ്കര ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട ഭാഗമായുള്ള ആചാരസ്ഥാനികരെ ആദരിക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 30 മുതൽ ജനുവരി 2 വരെയാണ് പെരുങ്കളിയാട്ടം. കണ്ണൂർ ജില്ലയിൽ തെയ്യം കലാ അക്കാദമി സ്ഥാപിക്കുമെന്നും അതുവഴി അന്യം നിന്നുപോയ കലയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അതിൽ പ്രബോധനപരമായി അവതരിപ്പിച്ചതുകൊണ്ടാണ് പറഞ്ഞാൽ ഏത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ക്ഷേത്രസന്നിധാനത്തിന്റെയും ദേവാലയ സാന്നിധ്യത്തിന്റെയും പള്ളിയുടെ സാന്നിധ്യത്തിലെല്ലാം ഇതിലെല്ലാം തന്നെ സമൂർത്തമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാംസ്കാരികതയുണ്ട്. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്നതുകൊണ്ട് ആ സംസ്കാരത്തിന്റെ സംസ്കൃതി സ്പന്ദങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും. അതിനെ മറ്റു നിലയിൽ വിശദീകരിക്കാതെ മനുഷ്യ മനസ്സിനെ സംതൃപ്തമാക്കുവാനും സ്നേഹമാക്കുവാനും കഴിയുന്ന ഒരു വിശുദ്ധമായ കർമ്മയോഗമായി സ്വീകരിക്കാൻ കഴിയുന്ന നിലയിൽ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര പരിസരങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ആ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആചാര കമ്മിറ്റി ചെയർമാൻ ടി.വി. ബാലകൃഷ്ണൻ ആചാരക്കാരെ പരിചയപ്പെടുത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ, പ്രൊഫസർ കെ. രാജഗോപാലൻ, കമലാക്ഷൻ പി, രാജീവൻ പി, രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വി. നാരായണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അന്നൂർ സായാഹ്ന ശാഖ പ്രവർത്തനം ആരംഭിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൂടുള്ള പ്രഥമനാണെങ്കിൽ അല്പം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കഴിച്ചു പോകാം. മധുരം കഴിക്കുന്നതിനിടയ്ക്ക് എൻ്റെ പ്രസംഗം ഒരു അരുചികരമായി പോകും. ആ മധുരത്തിന് ചെറുതായില്ലെങ്കിലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മറ്റേത് സംസ്ഥാനത്തെക്കാളേറെ വിജയപഥങ്ങളിൽ കയറാൻ കഴിഞ്ഞത് ഈ സംസ്ഥാനത്തിന് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയാണ്, വിദ്യാഭ്യാസ പ്രബുദ്ധതയാണ്, ജനാധിപത്യ ബോധമാണ്, സംഘടനാ ബോധമാണ്. അതുകൊണ്ട് കേരളം ഏത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നത് സഹകരണ മേഖലയുടെ കൂടി പിന്തുണയോടുകൂടിയാണ്. ഇതൊക്കെല്ലാം പറയും ലോകരംഗത്ത് തന്നെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായി. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദ്യ നിക്ഷേപ സ്വീകരണം, തളിപ്പറമ്പ് അസിസ്റ്റന്റ് ജനറൽ രജിസ്ട്രാർ എ. ഷാജനും ലോക്കർ ഉദ്ഘാടനം പയ്യന്നൂർ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ടി. ഐ. മധുസൂദനൻ നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ കെ. സി. സ്മിത, വി. പി. സതീശൻ, ഷീബ NV, ശ്രീലത KKV, കെ. ഗംഗാധരൻ, കെ. ജയരാജ് തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മനുഷ്യരെ നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ളതാകണം ഗ്രന്ഥശാലകളെന്ന് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. തെക്കേ മാണിയാട്ട് അനശ്വര വായനശാല ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതങ്ങളുടെ രൂപീകരണമുണ്ടായത് മനുഷ്യരുടെ തെറ്റുകൾക്കെതിരെ കലഹിക്കാനാണ്. മതങ്ങളിലെ അടിസ്ഥാനപരമായ നന്മകളെ കാണാതെ പോകരുത്. ചരിത്രം തിരിച്ചുപിടിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ജാതിയിൽ താഴെ നിൽക്കുന്ന ആളുകളെ കൂടി മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഞാനൊരു ജാതിയുടെ വക്താവല്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ജാതിയിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. SNDPയിൽ നിന്ന് ഞാൻ വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയാം. എന്നിട്ടോ ജാതിരഹിതമായ ഒരു സമൂഹമാണ് വേണ്ടതെന്ന് നിലപാട് സ്വീകരിച്ചു. എന്നിട്ടൊരു ആശ്രമം സ്ഥാപിച്ചു. ആ ആശ്രമത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ ആശ്രമമല്ല, മതാതീതമായ ആത്മീയത. എല്ലാ മതത്തിലുമുള്ള മനുഷ്യന് ദൈവവിശ്വാസം
ഇതിനനുസരിച്ച് ജീവിക്കുവാനും അവരവരുടെ ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുവാനുമുള്ള അവസരമൊരുക്കുന്ന ഒരു കേന്ദ്രമാണ്. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P അപ്പുക്കുട്ടൻ, MV കോമൻ നമ്പ്യാർ, വാസു ചോറോട്, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ, രവീന്ദ്രൻ മാണിയാട്ട്, E കുഞ്ഞിരാമൻ, TV നളിനി, P വേണുഗോപാലൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. അധ്യാപക അവാർഡ് ജേതാക്കളായ PP അശോകൻ, P രാജൻ എന്നിവർക്ക് സ്പീക്കർ ഉപഹാരവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ കിഴക്കുംപാട് ജനകീയ കലാസമിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഭീകരവാദം ലോകത്തിന് അപകടമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വംശീയ വിദ്വേഷമിറക്കി ചില സംഘടനകൾ കേരളത്തിൽ ഭീഷണിയാകുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ എതിർക്കാൻ ചില നവനാസി ശക്തികൾ ശ്രമിക്കുകയാണ്. മാവേലിയെ ഓർമ്മിക്കുന്ന മലയാളിയോട് വാമന ജയന്തി ആഘോഷിക്കൂ എന്നാണ് ചിലർ പറയുന്നത്. ഇന്നിപ്പോ അതിനെതിരായിട്ടും വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് അത് മാവേലിയെ ആദരിക്കാനുള്ളതല്ല, അത് വാമനനെ ആദരിക്കാനുള്ളതാണ്. മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ ജയന്തിയാണ് ഓണം എന്ന് പറയാൻ മടി കാണിക്കാത്ത ഒരു ശക്തി നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. ചടങ്ങിൽ C കൃഷ്ണൻ MLA അധ്യക്ഷനായി. അഡ്വക്കേറ്റ് VPP മുസ്തഫ വംശീയതയുടെ അടിവേരുകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോലിനെ ആദരിച്ചു. ക്ഷേത്രം ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകാത്ത പ്രശ്നത്തിന്റെ പ്രധാന കാരണം കുടിശ്ശികയുള്ള ജീവനക്കാരെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതാണെന്നും കണക്കവതരിപ്പിച്ച ജീവനക്കാർക്കെല്ലാം കുടിശ്ശിക തീർത്ത് നൽകിയിട്ടുണ്ടെന്നും മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ജില്ലാ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ തൃക്കരിപ്പൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകിയില്ലെന്നാരോപിച്ച് ജീവനക്കാർ ഉത്രാടൻ നാളിൽ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്താനിരിക്കെയാണ് ചെയർമാന്റെ പ്രതികരണം. ശമ്പള കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകാത്തതിലും ശമ്പളം അതാതു മാസം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഉത്രാടനാളിൽ നീലേശ്വരത്തെ മലബാർ ദേവസ്വം ഏരിയ ഓഫീസിന് മുൻപിൽ 13-ന് നടത്തുന്ന സമരത്തിന് കാരണമായ കുടിശ്ശിക പ്രശ്നം ജീവനക്കാർ കണക്കവതരിപ്പിക്കാത്തതാണെന്നും കണക്ക് അവതരിപ്പിച്ച ജീവനക്കാരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്ത വകയിൽ 1,31 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടെന്നും മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ജില്ലാ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ തൃക്കരിപ്പൂരിൽ പറഞ്ഞു. ഓണത്തിന് മുൻപ് അവർക്ക് കൊടുക്കേണ്ട സർക്കാർ തീരുമാനിച്ച ആ സംഖ്യ നമ്മൾ ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിൻ്റെ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങി. ഞാൻ ബഹുമാനപ്പെട്ട MPയോട് സ്റ്റേജിൽ വെച്ച് അതാണ് പറയും, നമ്മൾ ആചാരസ്ഥാനികരോട് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളത് കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടെടുത്തു. അവരുടെ പണം കൂടി ഓണത്തിന് മുമ്പ് കൊടുക്കണം തീരുമാനിച്ചു. അതവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ നമുക്കറിയാം ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരും ആചാരസ്ഥാനികരും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മാറ്റി ചെലവഴിക്കേണ്ടി വന്നാലും നമ്മൾ അവരുടെ പ്രയാസത്തിന് ഒപ്പം തന്നെ നമുക്ക് നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതൊരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്ഷേത്ര ജീവനക്കാരുടെ കുടിശ്ശിക തീർക്കാൻ 2 കോടി രൂപ സർക്കാർ അനുവദിച്ചതായും അതിൽ കണക്ക് അവതരിപ്പിച്ചവർക്ക് കുടിശ്ശിക തീർത്തു നൽകിയിട്ടുണ്ടെന്നും കൊയ്യം ജനാർദ്ദനൻ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ ഗോവിന്ദൻ കണ്ണപുരത്തിനുള്ള ആദരം വർണ്ണമഴ സംഘടിപ്പിച്ചു. ചിത്രകാരൻ ABN ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ ചോദ്യം മുമ്പേ ഉണ്ടായിരുന്നോ എന്നതാണ്. പണ്ടേ ഉണ്ടായിരുന്നു തെളിയിക്കാനാണ് നമ്മുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ തലപ്പുറമുള്ള ബസ്സിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ചിത്രകലാരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഗോവിന്ദൻ കണ്ണപുരത്തെ ആദരിക്കാനാണ് വർണ്ണമഴ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചിത്രപ്രദർശനം, ചിത്രരചനാ മത്സരം എന്നിവയും നടക്കുന്നുണ്ട്. KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KKR വെങ്ങര, TK ദിവാകരൻ, ഹരീന്ദ്രൻ ചാലാട്, വാസവൻ പയ്യട്ടം, N ദാമോദരൻ, വേലിക്കാത്ത് നാരായണൻ, MV അജയ്കുമാർ, KV ശ്രീധരൻ, സന്തോഷ് ചുണ്ടായി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും തെങ്ങിൻ തൈകൾ എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിക്ക് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. തേങ്ങയിൽ ഓരോ കുടുംബത്തെയും സ്വയം പര്യാപ്തമാക്കുക, അതുവഴി പഞ്ചായത്തിനെ തേങ്ങയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നൊരു വലിയ പദ്ധതിയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ ആകെയുള്ള 4000 കുടുംബങ്ങൾക്കാണ് തെങ്ങിൻ തൈകൾ എത്തിക്കുന്നത്.
ഒരു കുടുംബത്തിന് 2 തൈകൾ വെച്ച് 8000 തൈകളാണ് വിതരണം ചെയ്തത്. മാത്രവുമല്ല അടുത്ത വർഷം അത്യുൽപാദന ശേഷിയുള്ള കുറിയ ഇനം തെങ്ങിൻ തൈകൾ ഈ കുടുംബങ്ങൾക്ക് നൽകാനും പദ്ധതിയിടുന്നുണ്ട്. സത്യത്തിൽ DPCയുടെ അംഗീകാരം ഈ പദ്ധതിക്ക് കിട്ടിയിട്ട് ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുണ്ട്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ പദ്ധതിക്ക് DPC അംഗീകാരം. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വന്നുകൊണ്ടാണ്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ, കൃഷി ഓഫീസർ രസ്ന, വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ മേഖലയിൽ കർഷക സംഘം സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം സ്വാമിമുക്ക് ശ്രീധരമാരാർ നഗറിൽ ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപാലനും, പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം കൊഴുമ്പൽ മാക്കിൽ മുണ്ടേക്കാവ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം KP ഗോപാലനും, കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം വടശ്ശേരി ALP സ്കൂളിൽ PP ഭാസ്കരനും ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒട്ടുപാടെ സഹാക്കളുടെ സഹാപൗരമടക്കമുള്ള ഒട്ടുപാടെ നേതാക്കളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ നേട്ടമാണ് ഇന്നും ഈ പെരളത്തിലേക്ക് ഇന്നും ചോപ്പണിയുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. കൊഴുമൽ മാക്കിൽ മുണ്ടേക്കാവ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ EP തമ്പാൻ മാസ്റ്റർ നഗറിൽ നടന്ന ചടങ്ങിൽ KP ദാമോദരൻ അധ്യക്ഷനായി. TK സുരേന്ദ്രൻ മാസ്റ്റർ, K കാർത്തിയായനി, KV അച്യുതൻ മാസ്റ്റർ, AV സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നലെ ജില്ലാ കമ്മിറ്റി അവലോകനം ചെയ്തപ്പോൾ 20-ാം തീയതി വരെ നീണ്ടുപോകും എന്നുള്ളൊരു ധാരണ ഇപ്പോൾ ഉള്ളത്. ആ വില്ലേജ് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏരിയ സമ്മേളനമാണ് നടക്കേണ്ടത്. ചടങ്ങിൽ UV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. PM മത്തായിക്കുഞ്ഞ്, KM ബാലകേശവൻ, NK ഗംഗാധരൻ മാസ്റ്റർ, K രാജൻ, K പത്മനി, വത്സല, CK രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. K ധനഞ്ജയൻ അനുശോചന പ്രമേയവും CK രവീന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. കാങ്കോൽ നെല്ല് നാളികേര സംഭരണ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. CK രവീന്ദ്രനെ സെക്രട്ടറിയായും UV ശശീന്ദ്രൻ പ്രസിഡന്റായും PV രാജൻ ട്രഷററായും പുതിയ 19 അംഗ ഭരണസമിതിയെയും യോഗം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്വാമിമുക്ക് കൃഷ്ണശ്രീ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ശ്രീധരമാരാർ നഗറിലാണ് കർഷക സംഘം സമ്മേളനം നടന്നത്. ചടങ്ങിൽ T. കൃഷ്ണപൊതുവാൾ അധ്യക്ഷനായി. PP സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. K. ജനാർദ്ദനൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K. രാധാമണി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. T. ഗോപാലൻ, K. മധു, KV അച്യുതൻ മാസ്റ്റർ, സുജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുത്തൂർ ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ അനുവദിക്കുക, പ്രാന്തൻചാൽ അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞുമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവ് ഡ്രാമ ഫെസ്റ്റ് നവംബർ 14 മുതൽ 18 വരെയുള്ള തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായുള്ള ഫണ്ട് ശേഖരണം പാലോട്ടുകാവ് മുഖ്യ കാർമ്മി ഷിജു മല്ലിയോടൻ നിർവഹിച്ചു. മല്ലിയോട്ടുകാവ് ചികിത്സാ സഹായ സമിതി കനിവിന്റെ നേതൃത്വത്തിലാണ് നവംബർ 14 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ 3ാമത് പ്രൊഫഷണൽ നാടകോത്സവം നടക്കുന്നത്. കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫെസ്റ്റ്. 5 നാടക സമിതികളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ശേഖരണം മല്ലിയോട്ടുകാവ് മുഖ്യ കാർമ്മി ഷിജു മല്ലിയോടൻ കൂടച്ചീരെ കൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി നിർവഹിച്ചു. ചടങ്ങിൽ U. മോഹനൻ അധ്യക്ഷനായി. നാരായണൻ K, ജയൻ പള്ളിക്കോൽ, K. കരുണാകരൻ, EP ബാലകൃഷ്ണൻ, VB രമേശൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. പിലാത്രയിൽ കർഷക സംഘം സമ്മേളനം പുരോഗമിക്കുന്നു. ചെറുതാഴം വെസ്റ്റ് വില്ലേജ് സമ്മേളനം ഏഴിലോട് വെൽഫെയർ സ്കൂളിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ഗോവിന്ദനും, കുഞ്ഞുമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം കുഞ്ഞുമംഗലം ഗോപാൽ UP സ്കൂളിൽ ജില്ലാ കമ്മിറ്റി അംഗം KV ബാലൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടം 1957 വരെ ഉണ്ടായിട്ടുള്ള 56, 87 വരെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്ക് അവൻ എത്രത്തോളം കഴിവുള്ളവനാണെങ്കിൽ പോലും അവന് ഉന്നത വിദ്യാഭ്യാസത്തിന് യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് കാണാൻ വേണ്ടി കഴിയും. ഞാൻ 1956 SLC പരീക്ഷ 56 കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സന്ദർഭത്തിലാണ് SLC പരീക്ഷയ്ക്ക് എഴുതി. 57 മാർച്ചിൽ SLC പരീക്ഷ ഞാൻ എഴുതി. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് TV ഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ മാസ്റ്റർ, KV വാസു, U. ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി KV ഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാർഷിക പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലം നിർമ്മിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. അപ്പോൾ ആക്ഷേപഹാസ്യം എന്നുള്ളതായി മനോരമക്കാരൻ ചാനൽ പറയുകയാണ്
ഓടിയായി സംസാരിക്കുമ്പോൾ അടുത്ത് നിന്നൊരാൾ പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഈ വിടൽസ് കുറച്ച് കൂടുതലാണല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപമാനിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട രംഗമാണ്, ചരിത്രബോധമില്ലായ്മയുടെ ഒരു തെളിവാണ്. യഥാർത്ഥത്തിൽ ഓടിയായി പറഞ്ഞു. സി കരുണാകരൻ പതാക ഉയർത്തിയതോടെയാണ് ഏഴിലോട് വെൽഫെയർ സ്കൂളിൽ സമ്മേളനത്തിന് തുടക്കമായത്. KPV ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VV ഗോവിന്ദൻ, M രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പിലാത്രയിൽ KSEB സബ് സെന്റർ അനുവദിക്കുക, തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലേക്കും വ്യാപിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. ഇനി ഓണക്കാഴ്ചകൾ. തൃക്കരിപ്പൂർ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രം ഓണക്കിറ്റ് വിതരണവും ക്ഷേത്രം സ്ഥാനികർക്കുള്ള ഓണക്കോടി വിതരണവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കാസർഗോഡ് MP P കരുണാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം വികസന സമിതി ഓണക്കാലത്ത് നൽകി വരുന്ന ഓണക്കിറ്റ് വിതരണം 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 600ഓളം കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണത്തിനുള്ള കിറ്റുകൾ നേരത്തെ തന്നെ വികസന സമിതി പ്രവർത്തകർ തയ്യാറാക്കിയിരുന്നു. ക്ഷേത്രസന്നിധിയിലൊരുക്കിയ ചടങ്ങിൽ അന്ത്യത്തിരിയൻ ഭദ്രദീപം കൊളുത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി. ആദ്യ ഓണക്കിറ്റ് വിതരണം P കരുണാകരൻ MP നിർവഹിച്ചു. ഓണ ദിവസം ഓണം എന്ന് പറയുമ്പോൾ 10 ദിവസമാണ്, 4 മുതൽ 14 വരെയുള്ള തീയതികളിൽ. ഈ ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലായാലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലായാലും സൊസൈറ്റികളിലായാലും കാണാൻ കഴിയും. ഈ പ്രാവശ്യം ഓണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തണമെന്നതോട് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ 3500ഓളം കോടി രൂപയാണ് ഇതിന് വേണ്ടി നീക്കിവെച്ചത്. ക്ഷേത്രം സ്ഥാനികർക്കുള്ള ഓണക്കോടി വിതരണം വികസന സമിതി ട്രഷറർ KV രാഘവൻ നിർവഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റൊരുക്കിയ ക്ഷേത്രം ഭാരവാഹികളെ P കരുണാകരൻ MP പ്രത്യേകം അഭിനന്ദിച്ച് സംസാരിച്ചു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ജില്ലാ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസന സമിതി പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VM ചന്ദ്രൻ, ക്ഷേത്രം കോയ്മ, ക്ഷേത്രം സമുദായി, സ്ഥാനികർ, ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണനമേളയും ഓണച്ചന്തയും കരിവെള്ളൂർ ബസാറിൽ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KV രാധാമണി അധ്യക്ഷത വഹിച്ചു. A പ്രസന്ന, PV നാരായണൻ മാസ്റ്റർ, P ചന്ദ്രൻ മാസ്റ്റർ, PR പൊന്നമ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 11 മുതൽ 13 വരെയാണ് മേള. പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ സംവിധാനമാണ്. കുടുംബശ്രീയുടെ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിലാണ് ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പായസ മേളയും ഇവിടെ നടക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് പായസം ഇവിടെ കൊണ്ട് കുടിക്കാം. വീട്ടിലേക്ക് ആവശ്യമുള്ള പായസം വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊരു പറ്റുന്ന നിലയിലുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അൽബദർ ട്രസ്റ്റ് തൃക്കരിപ്പൂരും സംയുക്തമായി പഞ്ചായത്തിലെ 240ഓളം രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പാലിയേറ്റീവ് കെയർ കമ്മിറ്റി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. MAC കുഞ്ഞബ്ദുള്ള ഹാജി, മനോഹരൻ കുവാരത്ത്, MK കുഞ്ഞമ്പു, അഡ്വക്കേറ്റ് MTP കരീം, K ഭാസ്കരൻ മാസ്റ്റർ, KV അമ്പു, M ഗംഗാധരൻ, സത്താർ വടക്കമ്പാട്, E ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി ഓണം ഓർമ്മകൾ. മലയാളത്തിന്റെ മുത്തശ്ശൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇന്നത്തെ ഓണം ഓർമ്മയിൽ. മലയാളിയുടെ ഗൃഹാതുരതയാണ് ഓണം. ഒരു ഓണക്കാലത്തിൽ നിന്ന് അടുത്ത ഓണക്കാലത്തിലേക്ക് എത്തുമ്പോൾ മലയാളികളിൽ ഓർമ്മയുടെ കനം കൂടുകയാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. മലയാള സിനിമയുടെ മുത്തശ്ശ സങ്കല്പത്തെ ഭാവാഭിനയം കൊണ്ട് തിരുത്തിയെഴുതിയ പയ്യന്നൂർ കോറോത്തെ പുല്ലേരി വാദ്യാറില്ലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തൻ്റെ 93-ാം വയസ്സിൽ പഴയ ഓണക്കാലം ഓർത്തെടുക്കുകയാണ്. പണ്ടത്തെ ഓണക്കാലത്ത് പ്രധാനം
ഓണസദ്യ തന്നെയാണ്. പഴവും പായസവും അടങ്ങിയ സദ്യയുടെ രുചി ഇപ്പോഴും നാവിലുണ്ടെന്ന് മലയാളത്തിൻ്റെ മുത്തശ്ശൻ മോണകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉത്രാടനാളിൽ ജന്മിമാരിൽ നിന്നും കുടിയാന്മാർക്ക് അതിഗംഭീരമായ സദ്യ ഉണ്ടാവും. ഓണക്കാലത്തെ കുട്ടികൾക്ക് ചിറ്റാട കൊടുക്കൽ ചടങ്ങും ഉണ്ടാവും. തനിക്ക് കിട്ടിയ ചിറ്റാടയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്ത് അറിയപ്പെടുന്ന ഗുരുക്കളുടെ നേതൃത്വത്തിൽ ഞാണിന്മേൽ കളിയും നടക്കും. ഇതിനൊക്കെ നിരവധി പേർ എത്താറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സദ്യ, നേന്ത്രപ്പഴം, അതാണ് പണ്ടേത്തെ ഓണം. എങ്ങനെയാണ് പിന്നെ ഒന്നുകൂടിക്ക് വലിയ വലിയ സ്ഥലങ്ങളിലെല്ലാം, അതായത് ഇവിടെ ഉണ്ടായ സംഗതി ഇങ്ങനെ പറഞ്ഞേക്കാം. വർഷക്കാലം മുമ്പേ ഞാണുമക്കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഓർജവർമ്മൻ ഗുരുക്കളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ കേവനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞാണ് കെട്ടും അവരൊക്കെ. പിന്നെ അതുമാത്രമല്ല, കുടിയാന്മാർക്ക് മുഴുവൻ തന്നെ സദ്യ. കാലമൊക്കെ കഴിഞ്ഞു. ഓണക്കാലത്തിന്റെ പ്രസക്തി കുറഞ്ഞു വരികയാണെന്നും ആ നല്ല നാളുകളെല്ലാം ഇപ്പോൾ ഓർമ്മിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും സിനിമാ നടനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. വാർദ്ധക്യം ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന കാലത്ത് വെള്ളിത്തിരയിലെത്തി അതുല്യമായ അഭിനയ പാടവം കാഴ്ചവെച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സിനിമാ രംഗത്തുള്ളവരുമായി ഇപ്പോഴും സൗഹാർദ്ദം പങ്കിടുന്നുണ്ട്. ദേശാടനം എന്ന കന്നിച്ചിത്രത്തിലൂടെ മലയാളക്കരയുടെ മുത്തച്ഛ സങ്കല്പത്തിന്റെ മുഖപ്രസാദമായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നെറ്റ്വർക്ക് പ്രേക്ഷകർക്കായി ഓണാശംസകൾ നേരാനും മറന്നില്ല. ഓണാശംസകൾ നേരുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഴം പച്ചക്കറി വിപണന മേള തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണം പഴം പച്ചക്കറി വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണച്ചന്ത വിപുലമായ രീതിയിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ജനങ്ങൾക്ക് മിതമായ വിലയ്ക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കൃഷിഭവന് അതിനുള്ള ഫണ്ട് നൽകി. വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ EV രോഹിണി, പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി അടിമാക്കൽ, ഡെന്നി കാവാലം, കൊച്ചുറാണി ജോർജ്, ലളിതാ ബാബു, KK ജോയ്, കൃഷി ഓഫീസർ R ജയരാജൻ, മെമ്പർ സെക്രട്ടറി ലീലാമാണി എന്നിവർ സംസാരിച്ചു. കർഷകർ ഉൽപ്പാദിപ്പിച്ച പഴങ്ങളും പച്ചക്കറികളുമാണ് കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തലക്കോടത്ത് ഉണർവ് സ്വാശ്രയ സംഘം ഓണോത്സവം 2016ന്റെ ഭാഗമായി സംഘം പരിധിയിലെ മുഴുവൻ വീടുകളിലും ഓണക്കിറ്റ് വിതരണം ചെയ്തു. TV രാജേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. TP സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ജയേഷ് K, AV രവി, അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാവേലി എഴുന്നള്ളത്തും നടന്നു. ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതാണ്. ഓണം മലയാളികളുടെ മഹോത്സവമാണ്. ഓണം പോലെ മലയാളികൾ ഉണ്ടാകുന്ന മറ്റൊരു ആഘോഷം ഇല്ലെന്ന് നമുക്ക് പറയുന്നില്ല. ലോകത്ത് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന, ഐക്യപ്പെടുത്തുന്ന, ലോകത്തിലെ ഒരു വ്യത്യസ്തമായ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ജയ്ഹിന്ദ് സാംസ്കാരിക വേദി ഓണക്കിറ്റ്, ഓണക്കോടി വിതരണവും വിജയികൾക്കുള്ള അനുമോദനവും കേളോത്ത് സെൻട്രൽ LP സ്കൂളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. K ജയരാജ്, EP സനാഥ്, KV രഘുനാഥ്, A രൂപേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവോണത്തെക്കുറിച്ച് ദീർഘമായി പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്
നമ്മൾ തിരുവോണ നാളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപീകരിച്ചിട്ടുള്ള ജയ്ഹിന്ദ് സംസ്കാരിക വേദി പറഞ്ഞു, ഈ പ്രദേശത്ത് കുറച്ച് പാവങ്ങളായ അല്ലെ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവരും മാഹേലിക്ക് പ്രിയപ്പെട്ടവരാണ്. ചെറുവിച്ചേരി ജീവനം സ്വാശ്രയ സംഘം ഓണം വിപണനമേളയ്ക്ക് കണ്ടോന്താർ ഇടമന യു പി സ്കൂളിന് സമീപം തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുജിത് എൻ കെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ പി കരുണാകരൻ, രത്നമണി തെക്കില്ലത്ത്, ഷാനു കെ വി എന്നിവർ സംസാരിച്ചു. കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ വർത്തമാനകാലത്ത് ഈ നാടിനെ സ്നേഹിക്കുന്ന നമുക്കേവർക്കും അഭിമാനത്തിന് വക നൽകുന്നു. എന്നാൽ ആശാവഹമല്ലാത്ത ചില പുഴുക്കുത്തുകൾ, ചില ആശയ പ്രചാരണങ്ങൾ ഈ കൂട്ടായ്മയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഹീനമായ ശ്രമത്തെ സദ്ഭാവന പയ്യന്നൂരിന്റെയും ലസാരോ ഏവിയേഷൻ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷവും പൂക്കള മത്സരവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും ഫിലോമിന ടീച്ചർ നിർവഹിച്ചു. മഞ്ജുള കൊയിലേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രമ്യ ജ്യോതി മുഖ്യാതിഥിയായിരുന്നു. മാത്രമേ ഉപകരിക്കുന്നുള്ളൂ എന്ന ഗാന്ധിയൻ സൂത്രവും ഇവിടെ പ്രസക്തമാണ്. തീർച്ചയായും അത്തരത്തിലൊക്കെ ആലോചിക്കുമ്പോൾ കേരളത്തിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളുടെ അവസ്ഥ ഇന്നും എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണ്ടേ? സാംസ്കാരിക സമ്മേളനമൊക്കെ നടക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ചിന്തയ്ക്ക് വരണം. പിന്നെ മാവേലി പറഞ്ഞ സമത്വ സുന്ദരം, എവിടെയാണ് സമത്വം? എവിടെയാണ് സുന്ദരമായ ഒരു സ്ഥിതിവിശേഷം? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ പട്ടിണിയൊന്നും ഇല്ല, വിശപ്പൊന്നുമില്ല എന്നാണ് നമ്മളൊക്കെ പറയുന്നതും ചിന്തിക്കുന്നതും. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒഡീഷയിൽ ഒരു ഗ്രാമത്തിൽ 34 കുട്ടികൾ വിശന്ന് പട്ടിണി കൊണ്ട് മരിച്ചുപോയി. അഞ്ജലി വിദ്യാനികേതൻ ഓർഫനേജിൽ ഓണസദ്യയും കലാപരിപാടികളും ഒരുക്കി. മാത്തിൽ PP യുണൈറ്റഡ് പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 10ാം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ, NK രാജൻ, KV ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെക്രട്ടറി P അനീഷ്, പ്രസിഡന്റ് രാകേഷ് PV എന്നിവരുടെ നേതൃത്വത്തിൽ 22ഓളം മെമ്പർമാരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. പഴയ പൊന്നോണത്തിൻ പൂവിളി ഉയരുന്നു, പാതി തുറക്കുമെന്ന് പഴയ പൊന്നോണത്തിൻ പൂവിളി ഉയരുന്നു, പാതി തുറക്കുമെന്ന് ഹൃദയം. സാധുസേവാ സമിതി കാസർഗോഡ് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെയും കേരള പുരോഗമന വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവകാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. സാധുസേവാ സമിതി കാസർഗോഡ് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെയും കേരള പുരോഗമന വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജീവകാരുണ്യ സംഗമവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണക്കോടി വിതരണം സുകുമാരൻ ആചാരി മണിയറ നിർവഹിച്ചു. KV പവിത്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുരളീധരൻ പയ്യന്നൂർ, KC ലതികേഷ്, കുന്നുമ്മൽ രാജൻ, ഷാജി മമ്പലം, സലാഹുദ്ദീൻ, വിനോദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാത്തിൽ മദർ സ്കൂളിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പ്രിൻസിപ്പൽ ജോഷി ജോസഫ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 14 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ ഓണക്കിറ്റ് വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മാതമംഗലം സ്വാശ്രയ സംഘം ബ്ലൈൻഡ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കിറ്റുകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. KV ഗോവിന്ദൻ കിറ്റ് വിതരണം ചെയ്തു. ഹരിത രമേശൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
സംഘത്തിൻ്റെയും ഇതിൻ്റെ മെമ്പർമാരുടെയും എല്ലാം ക്ഷേമത്തിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ ഓണാഘോഷവും വിവിധ സംഘടനകൾ അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്ന ഈ ഓണക്കിറ്റ് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, സ്ഥാപനങ്ങൾ അവരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഏഴോം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ATM കൗണ്ടർ ഫർണിച്ചർ ഷോറൂം ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ തന്നെ NEFT പോലെയുള്ള നൂതന സംരംഭങ്ങൾ ബാങ്കിൻ്റെ ഇടപാടുകാർക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ATM എന്നുള്ളത് ഇന്നിപ്പം ന്യൂ ജനറേഷൻ വളരെയധികം നല്ല ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ATM. ഏഴോം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നൂതന സംരംഭമായ റബ്കോ ഫർണിച്ചർ ഷോറൂം നരിക്കോട് ബ്രാഞ്ചിലാണ് തുടക്കം കുറിക്കുന്നത്. ബാങ്കിന്റെ പുതിയ ATM കൗണ്ടറും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. ATMന്റെ ഉദ്ഘാടനം മന്ത്രി EP ജയരാജനും ഷോറൂം ഉദ്ഘാടനം TV രാജേഷ് MLAയും നിർവഹിക്കും. MK ദിനേശ് ബാബു, D വിമല തുടങ്ങിയവർ സംബന്ധിക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ MK സുകുമാരൻ, E വേണു, TP രാജൻ, OV നാരായണൻ, M ചന്ദ്രൻ, KV പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാമ്പ്രത്ത് കുഞ്ഞങ്ങമ്മ ഫാമിലി ട്രസ്റ്റ് രൂപീകരണം ജുജു ഇന്റർനാഷണൽ നടന്നു. ഡോക്ടർ RC കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. 6 തലമുറകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുഞ്ഞങ്ങമ്മയുടെ കുടുംബത്തിൽ 250-ലധികം അംഗങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും പരസ്പര സഹകരണം വളർത്തിയെടുക്കുകയും വളർന്നു വരുന്ന തലമുറകളുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായാണ് കുടുംബ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നാട്ടു സംസ്കൃതി ഡയറക്ടർ ഡോക്ടർ RC കരിപ്പത്ത് നിർവഹിച്ചു. എന്റെ കണ്ണ് നല്ലതായിട്ടാണ്, എന്റെ കാല് നന്നാവാത്തതാണ് എന്റെ ഭാഗ്യം. കാരണം കാലാവധി വിളിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് പേര് വിളിച്ചത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരാണ്. നമ്മുടെ പൂർവികന്മാര് നമുക്ക് പേരിടുമ്പോൾ നമ്മുടെ നക്ഷത്രവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ ഒരു നാമം ഉച്ചരിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഗോപാലകൃഷ്ണൻ, മധുസൂദനൻ, ഇങ്ങനെയുള്ള ഓരോ പേരുകൾ, മുകുന്ദൻ. ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ K മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ K രവീന്ദ്രൻ ട്രസ്റ്റിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു. K ഭാസ്കരൻ മാസ്റ്റർ, ഡോക്ടർ KK പത്മനാഭൻ, K വേണുഗോപാലൻ, സദാശിവൻ VP തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന അംഗങ്ങളെ പരിചയപ്പെടലും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുതിയങ്ങാടി അൽ അമീൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുടുംബസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ ചൂട്ടാട് വെച്ച് നടക്കുന്ന കുടുംബസംഗമം താഹാമാടായി ഉദ്ഘാടനം ചെയ്തു. പുനരുജ്ജീവിപ്പിക്കുകയില്ല. അതിൽ ഗൾഫിൽ നിന്നുള്ള 100ഓളം മെമ്പർമാരും നാട്ടിലുള്ള 50ഓളം മെമ്പർമാരും ചേർന്നിട്ട് ഇപ്പോൾ മൊട്ടാമ്പുറം ഞങ്ങൾ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. പുതിയങ്ങാടിയിലുള്ള എല്ലാ കുട്ടികളും ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ വൈകുന്നേരമുള്ള പന്ത് കളിയും മറ്റേ ക്രിക്കറ്റ് കളിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ യുവാക്കൾ വഴിതെറ്റി പോകുന്ന എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും അൽ അമീൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. മാടായി ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ നാടിന്റെ സമഗ്ര പുരോഗതിയെ ലക്ഷ്യമാക്കി 1978 അൽ അമീൻ ക്ലബ്ബ് തുടക്കം കുറിച്ചത്. മതസാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ഊന്നൽ നൽകിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. 150ഓളം അംഗങ്ങൾ സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിക്കുന്നു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഡോക്ടർ മുബാറക്ക ബീവിയെ ആദരിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. സാഹിത്യകാരൻ താഹാമാടായി ഉദ്ഘാടനം ചെയ്യും. ഖത്തീബ് അയൂബ് ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. SLP അബ്ദുൽ നാസർ ആരോഗ്യ സെമിനാറിന് നേതൃത്വം നൽകും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ K മുസ്തഫ, SV ആസാദ്, T ഹക്കീം, ഹമീദ് കുട്ടിയസൻ, CH അസ്രഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ 100 രാജ്യങ്ങളിൽ വളരെ പ്രചാരമുള്ള നെറ്റ്ബോൾ ബാസ്കറ്റ്ബോളിൽ നിന്നുമാണ് ഉടലെടുത്തത്. ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ അംഗീകരിച്ച നെറ്റ്ബോൾ വടക്കൻ കേരളത്തിൽ പ്രചാരം കുറവാണ്. ജില്ലയിൽ 10ഓളം സ്കൂളുകളിൽ നെറ്റ്ബോൾ പരിശീലിപ്പിച്ചു വരുന്നുണ്ട്.
ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ നിരവധി ടീമുകൾ മാറ്റുരച്ചു. നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂവൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. ആർ വേണു അധ്യക്ഷനായി. വി ശിവരാമൻ, സുന്ദരൻ, മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നാട്ടിൽ വളരെ പ്രചാരം കുറഞ്ഞൊരു ഗെയിമാണ് നെറ്റ്ബോൾ. പിന്നെ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച ഗെയിമാണ് നെറ്റ്ബോൾ. ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഗെയിം ബാസ്കറ്റ്ബോളിൽ നിന്നാണ് ഈ നെറ്റ്ബോൾ ഗെയിം ഉത്ഭവിച്ചിട്ടുള്ളത്. വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷാഹിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രാചാരങ്ങളെയും അതുവഴി സമൂഹത്തിന്റെ നന്മയെയും പരിപോഷിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ ഗോവിന്ദൻ കണ്ണപുരത്തിനുള്ള ആദരം വർണ്ണമഴ സംഘടിപ്പിച്ചു. മനുഷ്യരെ നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ളതാകണം ഗ്രന്ഥശാലകളെന്ന് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കരിവെള്ളൂർ പിലാത്തറ മേഖലകളിൽ കർഷക സംഘം സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും തെങ്ങിൻ തൈകൾ എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിക്ക് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തുടക്കമായി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.